നെക്സ്റ്റ്. ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് എന്താ ഭ്രാന്താണോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. നമ്മൾ ഈ നാട്ടിലൊക്കെ മുട്ട കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് പുറത്ത് എന്തോരം വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെ വീട്ടിൽ അത്യാവശ്യം താറാവും കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ അത്യാവശ്യം പുറത്തൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും മുട്ട ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ ഞാനും അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം മുട്ട വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി സത്യം പറയുന്നത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, മുട്ടയല്ലേ ഇത്ര വലിയ സംഭവം തൊട്ടാ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു സംശയം. വെറുതെ ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ചാറ്റ് GPT അടിച്ചു നോക്കിയപ്പോഴാണ് ചാറ്റ് GPT പറയണത് അമേരിക്ക, യൂറോപ്പ് പോലത്തുള്ള രാജ്യങ്ങളിൽ മുട്ട ഒരു കാരണവശാലും പുറത്ത് വെക്കരുതെന്നാണ് പറയണത്. കാരണം ഈ മുട്ടയുടെ പുറത്ത് എന്തോ ഒരു കോട്ടിങ് ഉണ്ടെന്ന്, അതാണ് ഇതിനെ സേഫ് ആയിട്ട് വെക്കുന്ന സംഭവം എന്ന്. അപ്പൊ എനിക്ക് എന്ത് പറ്റി, ഇവരിവിടെ വാഷ് ചെയ്തിട്ട് ഇത് വെക്കുന്നതിന്റെ പേരിൽ ആ സേഫ് കോട്ടിങ് ഓൾറെഡി അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ല കൂടുതലാണ്. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ആ റിസ്ക് എടുക്കാൻ വയ്യ. പ്രത്യേകിച്ച് വാവ ഉള്ളതിൻ്റെ പേരിലാണ്, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും അങ്ങനത്തെ അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്ട് ആദം ഓൾസോ. സോ അതിൻ്റെ പേരിൽ 30 മുട്ട അങ്ങനെ തന്നെ പൊട്ടിച്ചു കളയേണ്ട അവസ്ഥ വന്നു. അപ്പോൾ എന്നെ പോലെ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഷെയർ ചെയ്യണത്. ഇങ്ങനെ മുട്ട കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് അപ്പം തന്നെ പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കളയേണ്ടി വരും. $10-12 മുടക്കി വാങ്ങിച്ചാണ്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല അത് കളയാന്നല്ല അല്ലാണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ഫിനിഷ്ഡ് കുഞ്ഞി, ഫിനിഷ്ഡ്. ഓക്കെ, put it there. Okay. Oh yay! More, no, finished. No, don't touch. Okay, close it. Bye-bye, egg. Oh, yay.